ഇസ്ലാം മുജ്രിസ് മെക്സിക്കോയിലെ അടിപൊളി ഇസ്ലാം മുജ്രിസിലാണ് നമ്മളുള്ളത്. അതെ ഗൈസ്, മെക്സിക്കോയിലെ കാൻകൂണിലെ ഏറ്റവും വലിയ അട്രാക്ഷനുകളിൽ ഒന്നായിട്ടുള്ള ഒരു അടിപൊളി കിഡിലൻ ഐലാൻഡാണ് കേട്ടോ ഈ ഇസ്ലാം മുജ്രിസ് എന്ന് പറയുന്ന ഈ മനോഹരമായ ദ്വീപ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തോട് കൂടിയുള്ള കരീബിയൻ കടലാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിന്റെ പേര്, അതായത് ഇസ്ലാം മുജ്രിസ് എന്ന പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഐലാൻഡ് ഓഫ് വിമൻ, അതായത് പെണ്ണുങ്ങളുടെ ദ്വീപ് എന്നാണ് കേട്ടോ. കാൻകൂണിൽ നിന്നും ഏകദേശം 20 മിനിറ്റ് നമ്മൾ ഈ കാണുന്ന ഫെറിയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ദ്വീപിലെത്താൻ കഴിയും. വെറും 7 കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ 650 മീറ്റർ വൈഡുമുള്ള ഈ ദ്വീപിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 2010 കണക്ക് പ്രകാരം 12,642 ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ബീച്ചുകൾ, സാൻഡി ബീച്ചുകൾ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ നീന്തി കുളിക്കാനും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാനും ഒരുപാട് സഞ്ചാരികളാണ് ലോകത്തിന്റെ പല പല ഭാഗത്തു നിന്ന് വരുന്നത്. പുൻടാസോർ, പ്ലായ തുടങ്ങിയ അതിമനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഇവിടെയാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നത് കാൻകൂൺ ഫെറി സ്റ്റേഷൻ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഏകദേശം ഒരു രാവിലെ 10 മണിയോട് കൂടി എത്തി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. എന്താ പറയാ, ഫെറിയിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ കാണുന്നത്. ടിക്കറ്റിന്റെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരുപാട് പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ അവിടെ കാണാൻ പറ്റിയിട്ടോ. പ്രത്യേകിച്ച് യൂറോപ്പ്, അതുപോലെ തന്നെ US, കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ കാണുന്നതാണ് കേട്ടോ എനിക്ക് പോകാനുള്ള ഫെറിയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ വെതറിനോട് ചേർന്നിട്ടുള്ള ഡ്രസ്സുകളാണ് ഒട്ടുമിക്ക ആളുകളും യൂസ് ചെയ്യുന്നത്. സംസ്കാര സമ്പന്നന്മാരായിട്ടുള്ള ചില ആളുകൾക്ക് ചിലപ്പോൾ ഈ വസ്ത്രധാരണവും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇഷ്ടമായില്ല എന്ന് വരും. പക്ഷേ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൾച്ചറും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ശരിക്കും അവിടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ ഫെറിയിലേക്ക് കയറുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം 3 നിലകളുണ്ട് കേട്ടോ ഈ ഫെറിക്ക്. അത്യാവശ്യം നല്ല ആളുകളെ കൊള്ളാവുന്ന ഒരു കൂറ്റൻ ഫെറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ഫെറിയിൽ കയറുന്നത് തന്നെ. 3rd ഫ്ലോർ എന്ന് പറയുന്നത് ഓപ്പൺ ആണ് കേട്ടോ. നമുക്ക് അവിടെ ഇരുന്നിട്ട് എന്താ പറയുക, കാൻകൂണിൽ നിന്നും ഈ പറയുന്ന ദ്വീപിലേക്ക് എത്തുന്ന ആ കാഴ്ചകൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ കടലിൻ്റെ, അതായത് കരീബിയൻ കടലിൻ്റെ വെള്ളം ഒരു ഇളം പച്ച കളർ വെള്ളമാണ്. അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഭയങ്കരമായിട്ടുള്ള ചൂട് കാരണം നമ്മൾ ഉള്ളിലിരിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫെറി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് മെല്ലെയാണ് പോയത്. പിന്നെ അതിനുശേഷം അതൊന്ന് സ്റ്റേബിൾ ആവാനുള്ള സമയമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് പോയത്. അങ്ങനെ നമ്മളൊരു എന്താ പറയുക 20 മിനിറ്റോട് കൂടി അവിടെ ഈ പറയുന്ന ദ്വീപിൽ എത്താൻ കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫെറിയിൽ നിന്ന് നമ്മൾ ഈ കടലിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ. എന്താ പറയുക, ഒരു ഭയങ്കര വല്ലാത്തൊരു ക്ലിയറാണ്. എൻ്റെ കയ്യിൽ നല്ല ക്യാമറകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ഒരു ക്ലാരിറ്റിയോടുകൂടി എനിക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഇസ്ലാം മുജ്രിസ് ഐലാൻഡിലെ ഫെറി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വന്ന ഫെറി എന്ന് പറയുന്നത് ലോക്കൽ ഫെറിയാണ് കേട്ടോ. അവിടുത്തെ ഗവൺമെൻറ് എന്താ പറയുക ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു ഫെറിയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അവിടുത്തെ ഗവൺമെൻറ് എത്രത്തോളം ഈ ഒരു ടൂറിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അതുകൂടാതെ തന്നെ ഒരുപാട് പ്രൈവറ്റ് ബോട്ടുകളും ക്രൂയിസ് ഷിപ്പുകളും എന്താ പറയുക ലക്ഷറിയസ് ആയിട്ടുള്ള ഒരുപാട് സെറ്റപ്പുകളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഇതാ ഗൈസ് നമ്മളിതാ എന്താ പറയുക ഇസ്ലാം മുജ്രിസ് ഫെറി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ടാക്സി വേണമെങ്കിൽ നമുക്ക് ടാക്സി ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഗോൾഫ് കാറുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇങ്ങനെ കണ്ടു. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റെൻറ്റ് ചെയ്യാം. ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര ഡേയ്സ് നമുക്കത് റെൻറ്റ് ചെയ്യാം. അവിടെ ആളുകളൊക്കെ വരുന്നത് 1 വീക്ക് ഓർ 2 വീക്കൊക്കെ സ്റ്റേ ചെയ്ത് മാക്സിമം സെലിബ്രേറ്റ് ചെയ്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ, അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറീസ്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ വരുന്ന സഞ്ചാരികളുടെ കയ്യിൽ നിന്ന് മാക്സിമം പൈസ അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിപാടികൾ അവിടെ എന്താ പറയുക അവിടുത്തെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ ഗവൺമെൻറ്റുകളും പ്രൈവറ്റ് കമ്പനീസും റെസ്റ്റോറൻറ്റുകളും എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയായിട്ടാണ് പ്രവർത്തിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. ഈ ഓരോ സ്ട്രീറ്റിലൂടെയും നടക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയായിരുന്നു ജീവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. കാരണം കംപ്ലീറ്റ് ആളുകളും ഒരുവിധപ്പെട്ട ആളുകളെല്ലാവരും ഈ ടൂറിസം എന്ന് പറയുന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോവിഡിൻ്റെ ഒക്കെ സമയത്ത് കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ഇവർ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടാവുക, എന്തായിരിക്കും അവിടെ അവരുടെ വരുമാനം, അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഓരോ സ്ട്രീറ്റുകൾക്കും പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ സുവനീർ ഷോപ്പുകൾ റോഡിൻ്റെ 2 സൈഡിലായിട്ടും ഒരുപാട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് സുവനീർ ഐറ്റംസ് വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ തന്നെ മൊത്തത്തിലൊരു കളർഫുൾ സ്ട്രീറ്റുകളായിട്ട് എനിക്ക് തോന്നി. ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ വാക്ക് ചെയ്തു ആ സ്ട്രീറ്റുകളിലൂടെ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഈ
ഈ കാണുന്ന മെക്സിക്കോയിലെ ടിപ്പിക്കലായിട്ടുള്ള ഫുഡാണ് കേട്ടോ, നാച്ചോസ് എന്ന് പറയും. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം ഫുഡ് എത്തുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നെങ്കിലും അവർ ഈ നാച്ചോസ് ചിപ്സും അതുപോലെ തന്നെ അതിന് സൂട്ടബിളായിട്ടുള്ള സോസുകളും അവർ കൊണ്ടുവന്ന് വെക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫുഡ് റെഡി ആവാനുള്ളൊരു സമയമുണ്ടല്ലോ, അപ്പോൾ അത് എന്താ പറയുക, അത് നല്ല രീതിയിൽ എന്താ പറയുക വെറുതെ ഇരുന്ന് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ എന്തായാലും ഏത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ നാച്ചോസ് എന്ന് പറയുന്ന സംഭവം അതിൻ്റെ ഫുഡിൻ്റെ ബിഗിനിങ് സ്റ്റാർട്ടറായിട്ട് അവർ സെർവ് ചെയ്യുന്നത്. നമ്മൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ കണ്ടിട്ടുള്ളൂ, എന്താ പറയുക കടലിനോട് ചേർന്നിട്ടുള്ള ഒരുപാട് ബാർ റെസ്റ്റോറൻറ്റുകൾ. എന്താ പറയുക നമ്മൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ ഒരുപാട് നല്ല ബീച്ച് വ്യൂ കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഞാൻ ഫോർട്ട് കൊച്ചി പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഫെറികൾ പാസ് ചെയ്യുന്നതും ബോട്ടുകൾ പാസ് ചെയ്യുന്നതൊക്കെ മനോഹരമായിട്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു മീൽ അല്ലെങ്കിൽ ആ ഒരു സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ട് എന്താ പറയുക ഒരു ക്രാഫ്റ്റോട് കൂടിയിട്ടാണ് എല്ലാ ഒരു റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ അതിനോട് ചുറ്റുമുള്ള കാര്യങ്ങളും ഒക്കെ ഇവർ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുറേ കൂടി കാര്യങ്ങൾ സോഷ്യലായിട്ടാണ് ഇവർ ഡീൽ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഓരോ സഞ്ചാരിക്കും പരമാവധി സെലിബ്രേറ്റ് ചെയ്യാനും പരമാവധി എൻജോയ് ചെയ്യാനും കംപ്ലീറ്റ് ഫ്രീഡമാണ് അവിടുത്തെ ജനങ്ങൾ അവർക്ക് നൽകിയിട്ട്. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ നേരിട്ട് പോയത് ഒരു ബീച്ചിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ ഇസ്ലാമുജരിസിലൊരു എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ നല്ലൊരു സൈൻ ബോർഡൊക്കെ ഉണ്ട്, ഇസ്ലാമുജരിസ് എന്ന് എഴുതി വെച്ച വലിയ ലെറ്റേഴ്സിൽ എഴുതി വെച്ച നല്ലൊരു സൈൻ ബോർഡൊക്കെ ഉണ്ട്. അവിടെ പോയി നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിമനോഹരമായിട്ടുള്ള ഈ ബീച്ചിനോട് ചേർന്നിട്ട് ഒരുപാട് ചെറിയ ചെറിയ പൊക്കമില്ലാത്ത തെങ്ങുകളുണ്ട്. നമുക്ക് ഓലക്കൊടിയൊക്കെ ചാടി പറിക്കാവുന്നുള്ളൂ. അങ്ങനെ ഞാൻ 2-3 ഓലക്കൊടി ചാടി പറിച്ചിട്ട് നമ്മൾ ചെറുപ്പത്തിൽ കണ്ണടയൊക്കെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഞാൻ ഓലക്കൊടി കൊണ്ട് കണ്ണട ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ കാൻകൂണിൽ ഞാൻ കണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ മെയിൻ റോഡുകളിലൂടെയും ചെറിയ പോക്കറ്റ് റോഡുകളിലൂടെ ഇടയ്ക്ക് നമ്മൾ ആർമിയുടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാസ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഈ ബീച്ചുകളിലും എന്താ പറയുക പ്രധാനപ്പെട്ട ഈ പബ്ലിക് സ്പോട്ടുകളിലൊക്കെ പോലീസും ആർമിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോന്ത് ചുറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സഞ്ചാരികൾ പല പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണല്ലോ, അപ്പോൾ അവരെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോലീസുകാരെയും അതുപോലെ തന്നെ പോലീസ് നായ്ക്കളെയും ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങളിലും കാണാം. ബീച്ചിൽ ഏകദേശം നമ്മളൊരു 1 hour സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പോയത് പുണ്ടാസോർ എന്ന് പറയുന്ന ഈ സ്ഥലത്തിലേക്കാണ് കേട്ടോ. ഈ പറയുന്ന പുണ്ടാസോർ എന്ന് പറയുന്ന ഈ ബീച്ച് ഏരിയയിൽ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. നമുക്ക് ടാക്സി പിടിച്ച് പോകാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഫ് കാർ നമുക്ക് റെൻറ്റ് ചെയ്തിട്ട് പോകാം. നമ്മൾ ടാക്സി പിടിച്ചാണ് പോയത്, കാരണം അധികം സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി സ്ഥലമാണ്, ഒരുപാട് നല്ല ഷോപ്പുകളും ബീച്ചൊക്കെ എന്ന് പറയുന്നത് നല്ല പളുങ്ക് പോലത്തെ വെള്ളങ്ങളാണ് ഇവിടെ കംപ്ലീറ്റ്. പിന്നെ ഒരുപാട് നല്ല ഈ മായൻസിൻ്റെ ഒരുപാട് റീൽസുകൾ ഇവിടെ ഓർഗനൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി ജീവൻ തുടിക്കുന്ന പ്രതിമകൾ, നല്ല സ്റ്റാച്ചു അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ട് നല്ല ആർട്ടോട് കൂടി പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. മെക്സിക്കൻ ഇഗ്വാനയുടെ ഒരു വലിയൊരു സ്റ്റാച്ചു ആണ് കേട്ടത്. കണ്ടാൽ തന്നെ ഒരു അത്യാവശ്യം സൈസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ മായൻ കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് റീൽസുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടത്തേക്ക് പോകാനുള്ള സമയം നമുക്കുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം നമ്മളെ ഫെറിയുടെ ടൈം ഏകദേശം അടുത്ത് വന്നതിനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോയില്ല. എല്ലാ ടൂറിസ്റ്റിക് സ്പോട്ടുകളെയും പോലെ തന്നെ ഇവിടെയും എന്താ പറയുക ഈ പറഞ്ഞ പുണ്ടാസോർ എന്ന് പറയുന്ന സ്ഥലത്തും ഒരുപാട് നല്ല സുവനീർ ഐറ്റംസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു നമ്മുടെ ഇസ്ലാമുജരിസും അതുപോലെ തന്നെ പുണ്ടാസോറും അവിടുത്തെ മനോഹരമായിട്ടുള്ള ബീച്ചുകളും കാഴ്ചകളും അവിടുത്തെ പുതിയ ആളുകളും മനുഷ്യന്മാരും ഭക്ഷണവും അതുപോലെ തന്നെ ഒരുപാട് പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു ടൂറിസത്തിൻ്റെ പ്രത്യേകത. എന്തായാലും ഒരു എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഡേ ഫോർ മീ. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഫെറിയുടെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ കയറിയിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടും കുറവായിരുന്നു ആ സമയത്ത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സൺസെറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എൻ്റെ മറ്റ് മെക്സിക്കൻ യാത്രകളെക്കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് മായന്മാരുടെ അത്ഭുതങ്ങൾ നിറഞ്ഞ മായന്മാരുടെ മാന്ത്രികതയും താന്ത്രികതയും കുറിച്ചുള്ള വീഡിയോകൾ, അതുപോലെ തന്നെ
ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ചിച്ചൻ ഇറ്റ്സ എന്ന് പറയുന്ന മയന്മാരുടെ അത്ഭുതങ്ങൾ നിറഞ്ഞ പിരമിഡിനെ കുറിച്ചുള്ള വീഡിയോകളും അങ്ങനെ ഒരുപാട് മെക്സിക്കൻ യാത്രകളെ കുറിച്ചുള്ള വീഡിയോകളുണ്ട്. അതെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇഷ്ടമുള്ളവർ പോയി ചെന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം.